സാറേ ഇരിക്ക്. സാറേ 2-3 ദിവസമായി എൻ്റെ മോളെ കാണാതായിട്ട്. പരാതികളൊക്കെ ഫ്രണ്ട് ഓഫീസിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പറയില്ലേ സാറേ, ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല സാറേ. ഫോണിൽ വിളിച്ചാലും കിട്ടുന്നില്ല സാറേ. നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അവള് വേറെ മാറിയ സാറേ താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് കാണുന്നില്ല സാറേ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞങ്ങളെ സഹായിക്കണം സാറേ. നമുക്ക് അന്വേഷിക്കാം. നിങ്ങളിപ്പോൾ പൊക്കോളൂ. അല്ല സാറേ, നമ്മളോട് ഈ സിവിൽ ഡ്രസ്സിൽ പോയി ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ എന്തിനാ? നേരാ, എന്തിനാണെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അതെ, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇല്ലെന്നേ. നിങ്ങൾ എവിടത്തെ പോലീസുകാരാ? അതായത് ബഷീറെ, ശോഭനെ, സത്യം പറഞ്ഞ എനിക്കും പിടികിട്ടിയിട്ടില്ല. ഇയാളുടെ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏർപ്പുഴ സൈഡിലാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷൂട്ട് ചെയ്യുമെന്നാണ് ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ, പോലീസ്, മീഡിയ എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒന്ന് ബന്ധപ്പെടാനുള്ള ശ്രമമാണ്. ആദ്യം അധികാരികൾ നിങ്ങൾ വിഷയിൽ കാണുന്ന പോലെ തന്നെ അധികാരികളെല്ലാം സാറേ ഞാൻ വെച്ചോളാം. അതെ, പണി പോകുന്ന ഏർപ്പാടാ. അവന്മാരെന്തെങ്കിലും കാണിക്കട്ടെ, യൂട്യൂബർമാരാ സാറേ. അത് ഞാൻ നിങ്ങൾ പോയി ഡ്യൂട്ടി. ഇത് പറഞ്ഞതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ, അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വളരെ സജീവമായിട്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ഈ പുഴയുടെ സൈഡിലൂടെ ചെരുപ്പ് ഒഴി വരുന്ന പെൺകുട്ടികളാണോ എന്നുള്ള സംശയം നമുക്ക് അധികാരികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥ ആ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അതിനി വീണ്ടും കൂടുതൽ തെളിവുകളിലേക്ക് പോകുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ വേറെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് അത് ഏതാണ്, ഷാളാണോ അതോ പുഴയിൽ നിന്ന് കിട്ടിയ തെളിവുകൾ അപര്യാപ്തമായതുകൊണ്ട് ഒരു ഇടവഴിയിലൂടെ കയറി 2 ദിവസമാരെ പോകുന്ന രംഗമാണ് ഉള്ളത്. അവിടെ ആ പൊളിഞ്ഞ വീട്ടിലൊരു സ്ത്രീയുടെ ജഡം കിടപ്പുണ്ട് സാറേ. താൻ വന്നേ. വന്നേ, നമുക്ക് നോക്കാം. സ്വാമി, ബോഡി ഇൻക്വസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട്. ശരി സാർ, ഞാൻ എല്ലാവരും നിങ്ങൾ എന്താ എന്റെ രാധികയ്ക്ക് പറ്റിയ? അയ്യോ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? എന്തിനാ മോളെ ബഹളം ഉണ്ടാക്കാതെ വന്നി. ഞാൻ പറയട്ടെ, പറയുന്നുണ്ട് ചെയ്യാം സാർ. നമസ്കാരം സാറേ. ഏതോ ഡെഡ് ബോഡി കണ്ടു എന്ന് പറഞ്ഞു. ആരാ, എന്താ സംഭവം? എൻ്റെ പൊന്ന് നേതാവേ, ആ ചപ്പാത്തുള്ള ആ തള്ളയില്ലേ, ആ ഇരട്ട പിള്ളേരുള്ള ആ തള്ളയെ മരിച്ചത്? അതല്ല, ഇരട്ട പിള്ളേരിലും ഒരാൾ. ഓ അതൊക്കെ ഒരു പിറപ്പുകേടാ സാറേ. അതിൻ്റെയൊക്കെ പുറകെ പോവാതിരിക്കോ ബുദ്ധി. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സാറേ. നടക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജോലി അതായി പോയില്ലേ. എന്നാൽ നേതാവ് ചെല്ലേ, എനിക്ക് പോയിട്ട് കുറച്ച് ജോലി ബാക്കിയുണ്ട്. എന്നാ ശരി.
എടാ റിയാസ്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ മസാലക്കുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഒരു ബോർഡ് വെക്കണമെന്ന്. മനസ്സിലായോ? അതുപോലെ ഈ അടുപ്പിൽ കരിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ആ കൗണ്ടറിലുണ്ടോയെന്ന് നോക്കിയേ. ഇത് ചിലപ്പോൾ കറങ്ങാൻ പോയേക്കുമായിരിക്കും. പിന്നെ എപ്പോഴും ഇവിടെ കാണത്തില്ല. ഇതല്ലേ ഒരു ഫിലിം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ ഇവിടെ എനിക്ക് മെയിൻ്റെനൻസ് ഉള്ളൂ. ഇതെന്താ ഫോൺ പിടിച്ചിട്ട് പറയാം കാര്യം എന്താ? എന്താ സാറേ? രാധികയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അകത്തേക്ക് ഇരുന്നാലോ? രാധികയുടെ ഒരു ഡയറി ഇട്ടിട്ടുണ്ട്. സമയത്ത് അത്തുണ്ടി സാധനങ്ങളുടെ ഉടച്ചു. ശരി സാർ. വന്നേ. അപ്പം എന്നെ വിവരം അറിയിക്കണം. അത് ഞാൻ ഓക്കെ ആക്കാം സാറേ. എല്ലായിടത്തും അരിച്ചു പറിക്ക് നോക്കണം. സാധനം കിട്ടാണ്ട് ഇവിടെ നിന്ന് പോയിട്ട് കാര്യമില്ല. ഇവിടെ തന്നെയാണോ? ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നേ എനിക്ക് നല്ല ഉറപ്പാണ്. മിണ്ടാതെ വന്നോട്ടോ. മിണ്ടാതെ സൂക്ഷിച്ചു വന്നോട്ടോ. പതുക്കെ പോ. ഞാനും വരട്ടെ. എടുത്തു വെച്ചൊന്ന് കയറി നോക്കാം. അതൊന്നും എത്തൂലടാ. കയറി നോക്കാം. ഇതേക്കൂടെ കയറിയാൽ പറ്റുമോ? ആരൊക്കെ ഞാൻ കയറി നോക്കാം. നീ കയറി. വേണ്ട റിസ്ക് എടുക്കണ്ട. ഇത് പറ്റിയ സാധനം. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ പറ്റൂല, പക്ഷെ അപ്പുറത്ത് ചെയ്യാവും. കുറച്ചും കൂടെ മേളിലേക്ക് കയറിയോ? മേളില് വെച്ചിട്ട് ചാരിക്കാം. ആ, ഇവിടുന്ന് ചാരി എത്തും കേട്ടോ. അങ്ങോട്ട് ഓണിങ്ങോട്ട്.
പിടിച്ചേ. വാ വാ കയറി വാ. ഓ ഇത് നല്ല സ്ട്രോങ് കേട്ടോ. പിടിച്ചു പൊളിച്ചാലോ. ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എല്ലായിടത്തും അരിച്ചു പറിക്ക് നോക്കണം. ആ സാധനം കിട്ടാണ്ട് ഇവിടെ നിന്ന് പോയിട്ട് കാര്യമില്ല. ഇവിടെ കാണുമായിരിക്കുമോ? ഇവിടേക്ക് നല്ല പിടുത്തം കൂടിയാ. ഞാൻ ആ മുറിയിലായിരുന്നു. ദേ മുറിയിൽ അവിടെ ആയിരിക്കുമോ? എന്നാ പോ പോ. ഇയാളെ എവിടെ കൊണ്ട് കളഞ്ഞത്? ഏത് പോത്താഴത്താടോ കൊണ്ടുപോയിട്ടേക്കണേ? എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. എന്നാ പോ പോ. താൻ ഏത് കോപ്പിലാണ് ഫോൺ കൂട്ടി വെച്ചേക്കണേ? അതുപോലും സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലേ? ഓ നീയൊക്കെ വലിയ സൂക്ഷിപ്പുകാരനായതുകൊണ്ടാണല്ലോ ഈ ഗതി വന്നത്. എന്നാ നിങ്ങൾ ഉണ്ടാക്ക്, ഞാൻ എന്റെ വഴിക്ക് പോവാ. നീ എങ്ങോളെ ഇയാളൊന്ന് വിട്ടേ. ഒന്ന് അടങ്ങിയില്ലടാ മറ്റോമാരെ. പിന്നെ ഇവ മാത്രം നടന്നല്ലേ ഈ വലിയ ആളുകൾ കളിക്കണേ. അതാ എന്റെ ഫോൺ. ആ അതെ. ഓ ഈ സാധനത്തിന് വേണ്ടി എല്ലാത്ത പാടുണ്ട്. ഓ ദൈവമേ രക്ഷപ്പെട്ടു. കൈ വെക്കരുത് പോട്ടെ. കൈ വെക്കരുത് തണ്ടി. തണ്ടി കൈ വെക്കാതെ കയറിയോ? അവളെ വീട്ടിലുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എൻ്റെ കഷ്ടപ്പാട് തീരില്ല. എന്തിനാ മോളെ അവളെ കുറ്റം പറയുന്നേ? എന്റെ മൂക്കി ഗതി വരുത്തിയവരെ കണ്ടെത്തണേ ഈശ്വരാ. അയ്യോ അമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അമ്മ വിഷമിക്കല്ലേ, ഞാനില്ലേ കൂടെ. സോറി അമ്മേ, സോറി. ആഹാ നിങ്ങളെന്താ ഇവിടെ? അതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നിയമവിരുദ്ധ. ഇതാകെ പ്രശ്നമാവൂലേ ഇത്? SI സാറിനോട് അനുവാദം ചോദിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. സാറ് അകത്ത് കയറരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാറേ. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാന്ന് ചെയ്യും. ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല നേതാവ് എന്താ ഇതിലെ? ഞാൻ ആ മണ്ണാർമല വരെ പോയതാ. നിങ്ങളിവിടെ കണ്ടപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല മോളെ ജോലി ഒന്നും ആയില്ല അല്ലേ? അവളുടെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട് സാറേ. എന്നാ ശരിയാ. ശരി സാറേ. വാസവാ. എന്താ വാസവേട്ട ഇത്? വീഡിയോ ഒന്ന് നോക്കിയേ. എന്നിട്ട് ആ SI സാറിനെ ഒന്ന് വിളിച്ചേ. എവിടെ നോക്കട്ടെ. SI സാറിനെ വിളിക്കേ. വേഗം. ഹലോ സാറേ, ഞാൻ ഗോപികയാ. സാറ് പറഞ്ഞ വീഡിയോസും അഡ്രസ്സും എല്ലാം ഇതിനകത്തുണ്ട് സാറേ. പോലീസിൽ പെട്ട നമ്മളാരെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് വീക്ഷിക്കാൻ ഇയാളെ ഏൽപ്പിച്ചത്. അത് നന്നായി സാറേ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയതാന്ന്. അവന്മാരെ പിടിച്ചോണ്ട് വന്ന് രണ്ട് പൊട്ടിച്ചാൽ സത്യം പറയില്ലേ സാർ? ആ കഴിവേരുടെ മക്കളെ ഞങ്ങൾ പോയി പിടിച്ചോണ്ട് സാർ. എന്നാൽ നിങ്ങൾ പോയി അവന്മാരെ കൂട്ടിയിട്ട് വാ. സർ ഞങ്ങൾ ഇനി നിൽക്കണോ സാറേ? ആ വേണം. ആഹാ ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകളൊന്നും നിങ്ങൾക്ക് അറിയണ്ടേ? ശരി സാർ. എന്തായാലും പ്രതികളെ പൊക്കിയിട്ടുണ്ട്. ഇനി ഈ കുട്ടിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിച്ച് നടക്കണം. ശ്രദ്ധിച്ചോളാം സാറേ. ശരി സാറേ. ഇവരെ തൽക്കാലം ആ മുറിയിലേക്ക് ഇരുത്തി. നിങ്ങൾ വരൂ. വാ അങ്ങോട്ട് കേറി നിൽക്കണം. സത്യമായിട്ട് കാര്യങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഇവരുടെ കൈക്ക് പണിയാവേ. ആ പെണ്ണ് ഞങ്ങളെ പറ്റിച്ചതാ സാറേ. സാറേ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. നീ ആദ്യം കണ്ണട ഊരി. സാറേ ഉള്ള സത്യം ഞാൻ പറയാം സാറേ. ഓരോരുത്തരായി പറ, കേക്കട്ടെ.
ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാനുള്ള വീട്ടിലെത്തി സാറേ. എന്താ ഈ സമയത്ത് വന്നേ? ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാം. എല്ലാം ഞാൻ പറയാം, ആകെ പ്രശ്നമാ. എത്ര പ്രാവശ്യം വിളിച്ചു, നീ ഞാൻ ഫോൺ എടുക്കാത്തത്? ചേട്ടൻ ഇനി ഇപ്പൊ തീരുമാനമെടുത്തിട്ട് ഞാൻ പോകും. പിന്നെ എത്ര കാണാം. രൂപ നീ എന്നോട് മേടിച്ചു? എന്നെ പറഞ്ഞ എന്റെ മനസ്സിലാവാതെ. ആവശ്യം നടത്താൻ ഞാൻ ഓ, പോകുന്നു. പിന്നെ എത്ര കാണാന്ന് പ്രാവശ്യം നിന്നെ വിളിച്ചു, പറഞ്ഞില്ലേ? എന്നിട്ട് നീ ഫോൺ എടുത്തോ? എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് അത്ര വിശ്വാസം ഞാൻ വന്നില്ല. പറയുന്നത് മനസ്സിലാക്ക് പ്ലീസ്. അല്ലെങ്കിൽ എന്റെ കാശ് തന്നല്ലേ? ഇല്ല, വിടില്ല. ഇത് മുതലാക്കാതെ പോകില്ല മോളെ. നീ എത്ര ആരാ ഇവരൊക്കെ? എന്താ ഇവിടെ നടക്കുന്നത്? ഇതെന്റെ ഗേൾഫ്രണ്ടാ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എടി മൂദേവി, നീനെ പറ്റിക്കോ? ഇല്ല, ഞാൻ ആരെയും സ്വർണ്ണവും പൈസ ഇപ്പൊ പറ്റിച്ചിട്ടില്ല. കിട്ടണം. എനിക്ക് ചതി അല്ലെങ്കിൽ പറ്റിപ്പോയതാ. കൊന്നുകളയും പന്നി. ഒന്ന് നിർത്തിക്കേ പൊന്നു ചേട്ടന്മാരെ. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, പക്ഷെ വന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ പന്ന മോളെ എല്ലാവരും നമ്മളെ എല്ലാവരും ഊമ്പിക്കുമായിരുന്നു. അയ്യോ അല്ലടി? അമ്മേ. നിനക്കൊന്നും പറയാനില്ലടാ. എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞ് അവൾ 2 ലക്ഷം മേടിച്ചു അവൾ സാറേ. പറഞ്ഞ് പ്രലോഭിച്ച് പല പ്രാവശ്യമായി 3-4 ലക്ഷം രൂപ മേടിച്ചു സാറേ. അത് ചോദിച്ചാൽ ഞാൻ ഇവിടെ ചെന്നത്. അത് കിട്ടിയോ ഇല്ല, അവസാനം ഇങ്ങനെയായി. ഞാൻ 2-3 പവൻ്റെ സ്വർണം വാങ്ങിച്ചു കൊടുത്തായിരുന്നു സാറേ. കൂടാതെ കുറെ പൈസയും അവളെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കഥ അങ്ങോട്ട് പൂർണ്ണമല്ലല്ലോ മക്കളെ. സത്യം പറഞ്ഞ സത്യമാണ് സാർ. സാറേ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഭീഷണി കോൾ വന്നിട്ടുണ്ടായിരുന്നു ഫോണിൽ. ഇതിനിടയ്ക്ക് അങ്ങനെയും നടന്നു. ഓ സാറേ, ആർക്കട കോളൊന്നേ? എനിക്കാ സാറേ. ദേ ഇതാ സാറേ മെസ്സേജ്. രാധികയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്കറിയാം. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം ഇതൊന്ന് മൂടി വെക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ആലോചിച്ച് പറ. ഇത് പോലീസിൽ അറിയിച്ചാൽ കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും, ഞാനല്ല. മനസ്സിലായോ? അവരിങ്ങോട്ട് വിളിച്ചേ. സാർ
ഒരു 2-3 കസേര എടുത്ത് ആ സൈഡിലേക്ക് ഇത് കടന്നു നിൽക്കടാ. മാറങ്ങോട്ട്. എടാ സാമൂല് ഇതിൽ മരിച്ചുപോയ രാധിക. ഇവള് മരിച്ചില്ല. എന്താ അത്ഭുതമായി സംഭവിച്ചേക്കുന്നത്? രാധിക തന്നെയാണ്. ഇത് മരിച്ച രാധിക തന്നെയല്ലേ? ഈ വോയിസ് ആരുടെയാണെന്നറിയാമോ? രാധികയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്കറിയാം. അതിനുള്ള തെളിവുകളും ഇത് ഫേക്ക് ഐ ഡി എന്നുള്ള ഒരു വോയിസാണ്. നോക്കി മരിച്ചില്ലല്ലോ, ഭാഗ്യം. മിണ്ടാര. ഒന്നുമില്ല സാർ. ഈ ശബ്ദം നല്ല പരിചയമുണ്ട്, പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. സാറേ, ആ കോളും ഒന്ന് ഐ ഡി പരിശോധിച്ചാൽ അത് ഫേക്ക് ഐ ഡി ആണോ എന്ന് അറിയാൻ പറ്റില്ലേ? സാറേ, അവരുടെ പഴയ ഐ ഡി പൂട്ടിക്കെട്ടി കാണും. ഇപ്പോഴവര് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണും. ഇതാ യൂട്യൂബർ ലാലു പച്ചോലയല്ലേ? ആ അതെ അതെ, അയാളുടെ ശബ്ദം തന്നെയാ. അയാളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അതെയോ സ്വാമി, അയാളെയും കൂട്ടിക്കൊണ്ടുവാ. ശരി സാർ. അപ്പൊ യൂട്യൂബറാണ് ഇതിന്റെ സൂത്രധാരൻ അല്ലേ? ഞാൻ പറയട്ടെ, എങ്ങനെയാടാ കൊന്നേ? ഞാൻ പറയണോ പറഞ്ഞേ സാറേ. ഞാൻ ആരും കൊന്നിട്ടില്ല. ഞാൻ ആരും കൊന്നിട്ടില്ല. ആ രാധിക എന്താ വിളിപ്പിച്ചേ? ഒരു 4 ഫോട്ടോസ് അങ്ങ് വിടുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുപിടിക്കണം. ഫോട്ടോസൊക്കെ നോക്കാം, അതവിടെ നിൽക്കട്ടെ. ഇതിൽ എൻ്റെ ഷെയർ എത്രയാ? താൻ എത്ര എമൗണ്ടാ പറയുന്നത്? തുക രാധിക പറഞ്ഞോ? അല്ല, എത്രയാന്ന് പറ. 4 ലക്ഷം റെഡി ക്യാഷ് ആണെങ്കിൽ ഡീൽ ഉറപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ നോക്കിക്കോ. ഇപ്പോൾ കണ്ടുപിടിച്ച് അപ്പോൾ ഡീലൊക്കെ പിന്നെ കാണും. സാറേ, ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച തുക തരാൻ അവൾ തയ്യാറായില്ല. പലതവണ ഞാൻ ഫോണിനോട് ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുക്കാൻ പോലും അവൾ തയ്യാറായില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിലെത്തി. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവളെക്കാളും വലിയ കൂടായപ്പ ഞാൻ. എൻ്റെ അടുത്താണോ? ഹലോ ഹലോ കുറേ ശ്രമിച്ചപ്പോഴാണ് അവൾ വാതിൽ തുറന്നത്. അതിനുശേഷം ആൾപ്പാർപ്പില്ലാത്ത ഒരു കെട്ടിടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് പണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തർക്കിച്ചു. തർക്കത്തിനൊടുവിൽ ഞങ്ങൾ തമ്മിൽ പിടിവലിയായി. ഇതാണ് സാർ നടന്നത്, മറ്റൊന്നും എനിക്കറിയില്ല. ആ നേതാവേ, എവിടെയുണ്ട്? സ്റ്റേഷൻ വരെ ഒന്ന് വരുമോ? അതെ. പ്രതികളെ പിടിച്ചു. അല്പം ക്രെഡിറ്റ് നേതാവിന് ഇരിക്കട്ടെന്നേ. വാ. നമസ്കാരം സാറേ. എന്നെ സാറേ വിളിച്ചേ? പ്രതികളൊക്കെ പിടിച്ചോ? ഇവരൊക്കെ പ്രതികള്? ഒരുപാട് പേരുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു, ബാക്കി നേതാവ് പറ.
ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയണം നേതാവേ. വേദനിക്കും സാറേ, നിർത്ത സാറേ. ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. ഞാനെല്ലാം പറയാം സാറേ, ഉപദ്രവിക്കില്ല സാറേ, ഞാനെല്ലാം പറയാം സാറേ. രാധിക എപ്പോഴും ഒരു ജോലി ശരിയായി കൊടുക്കാൻ എന്നോട് പറയാറുണ്ട് സാറേ. ഞാൻ എവിടുന്ന് പണി കൊടുക്കാനാ സാറേ? പോരാത്തതിന് ഭരിക്കുന്ന പാർട്ടി എതിർ പാർട്ടി. പിന്നെ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു. അത് ഈ പൈസയുള്ളവരെ പ്രലോഭിപ്പിച്ചാൽ ഇത്തിരി ഞരമ്പ് രോഗമുള്ളൊരു പണം തരും. അത് വെച്ച് അടിപൊളിയായി ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി സാറേ. അവളത് സമ്മതിച്ചു. The clock spins wild like a carnival ride. My heart's on fire, no place to hide. Neon flashes burn my sight. Every second feels like midnight. Frenzy, frenzy, spinning free, losing myself where I wanna be. Frenzy, frenzy, can't you see? This chaos feels like home to me. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ രാത്രി അവിടെ ചെല്ലുമ്പോൾ ആ യൂട്യൂബർ ലാലുവുമായി അവൾ ആളൊഴിഞ്ഞൊരു കെട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. സംശയം തോന്നി. ഞാനും പുറകെ പോയി നോക്കി സാറേ. പക്ഷെ ഞാൻ കണ്ടത് അവർ തമ്മിൽ കലഹിക്കുന്നതാണ്. അയാൾക്ക് കുറെ പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ട ശേഷം ഞാൻ വീണ്ടും അവിടെ തിരിച്ചെത്തി. കിട്ടിയ പണം മുഴുവനും അവക്കൊറ്റയ്ക്ക് വേണമെന്നായി. അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്.
അബദ്ധം പറ്റിപ്പോയി സാർ, മാപ്പാക്കണം. അല്പം വെള്ളം കരുതി. എടാ മനുഷ്യപ്പറ്റില്ലാത്ത പന്ന നാറി, നീയൊക്കെ ഒരു നേതാവാണോടാ നായേ.